Hello, welcome to Precise for Civil Engineers Strength of Material Part 2 വീഡിയോ. അപ്പോൾ പ്രീവിയസ് ഇയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ KPSCയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാംസിന് സീരിയസ് ആയി പഠിക്കുന്നവർക്ക് ഈ വീഡിയോസ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. The core of eccentrically loaded column of rectangular section is a parallelogram, rhombus, circle, rectangle. അപ്പോൾ എന്താണ് കോർ ഓർ കേൺ ഓഫ് എ സെക്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഏരിയ ഓൺ വിച്ച് ദ ഫോഴ്സ് ആക്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഇസ് നോ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദാറ്റ് സെക്ഷൻ. അതിനെയാണ് നമ്മൾ കോർ അഥവാ കേൺ ഓഫ് ദ സെക്ഷൻ എന്ന് പറയുന്നത്. ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അവിടെ ഷേപ്പ് ഓഫ് ദ കോറായിട്ട് വരുന്നത് റോംബസ് ആണ്. വെറസ് ഡെപ്ത് ഓർ വിഡ്ത്ത് ഓഫ് ദ കോർ എന്ന് പറയുന്നത് D/3 അല്ലെങ്കിൽ B/3 എന്ന് വരും. ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് ഓഫ് ദ കോർ എന്ന് പറയുന്നത് സർക്കിൾ തന്നെയായിരിക്കും. അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് D/4 ആണ്. ഫോർ എ സ്ക്വയർ ക്രോസ് സെക്ഷൻ ദ ഷേപ്പ് ഓഫ് ദ കോർ ഈസ് സ്ക്വയർ ആൻഡ് ഡെപ്ത് ഓഫ് വിഡ്ത്ത് ഓഫ് കോർ ഈസ് A/3. ഫോർ എൻ ഐ സെക്ഷൻ ദ ഷേപ്പ് ഓഫ് ദ കോർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ കേസിലെ ഷേപ്പ് ഓഫ് ദ കോർ തന്നെയാണ്, റോംബസ് ആണ്. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ദ കോർ ഓഫ് എക്സെൻട്രിക്കലി ലോഡഡ് കോളം ഓഫ് എ റെക്റ്റാങ്കുലർ സെക്ഷൻ ആണ്. റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ കോർ റോംബസ് ആണ്. അതിൻ്റെ വിഡ്ത്ത് ഓർ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B/3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഓപ്ഷൻസ് വായിക്കാം. റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ് ആൻഡ് ബൾക്ക് റെസിലിയൻസ്. മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റെസിലിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഡ്യൂ ടു എക്സ്റ്റേർണൽ ലോഡിംഗ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെയിൻ എനർജി ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ബോഡി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് ഈസ് എ പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ മാക്സിമം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്നും പറയാം. ഇപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താ, മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് പ്രൂഫ് റെസിലിയൻസ് ആണ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 3, എ ബീം ഓഫ് ലെങ്ത് L is pinned on both the ends and is subjected to a concentrated bending couple of moment M at the center. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദ ബീം ഈസ്. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ബീം ഓഫ് ലെങ്ത് L പിൻഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെൻറ്റ് M സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റിയാക്ഷൻസ് RA RB കണ്ടുപിടിക്കാം. അപ്പോൾ RA + RB = M അല്ല, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. RA + RB = 0 ആണ് വരുന്നത്. കാരണം മറ്റ് ഫോഴ്സസ് ഒന്നും ഇല്ല, ലോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ RA + RB = 0 ആണ്. A എന്ന് പറയുന്ന ഹിഞ്ച് ആയതുകൊണ്ട് തന്നെ മൊമെൻ്റ് അബൌട്ട് A = 0. അപ്പോൾ നമുക്ക് അതിൻ്റെ റിയാക്ഷൻസ് നോക്കാം. അതായത് മൊമെൻ്റ് അബൌട്ട് A = 0 എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ റിയാക്ഷൻ RB × L എന്ന് പറയും, ടോട്ടൽ സ്പാൻ, മൈനസ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് M = 0. അപ്പോൾ അതിൽ നിന്ന് RB നമുക്ക് M/L എന്ന് കിട്ടുന്നു. RA + RB = 0 ആയതുകൊണ്ട് തന്നെ RA എന്ന് പറയുന്നത് -M/L എന്ന് കിട്ടുന്നു. ഈ റിയാക്ഷൻസ് നമ്മളിവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രമാണ് വരച്ചത്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രമാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. M/L × L/2, റൈറ്റ് സൈഡിൽ M/L × L/2 എന്ന് പറയുമ്പോഴത്തേക്കും അത് M/2 എന്ന് വരും. റൈറ്റ് സൈഡിൽ വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് മൊമെൻ്റ് ആയിട്ട് വരുന്നത്, M/L × L/2. ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് വരുന്നത്, M/L × L/2. എന്തായാലും M/2 എന്ന് തന്നെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ബീം ഈസ് M/2 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, M/2. എ ബീം ഈസ് സെറ്റ് ടു ബി ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ഇഫ് ഡാഷ് ഈസ് സെയിം ത്രൂ ഔട്ട് ദ ബീം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്, ഡിഫ്ലക്ഷൻ ഉണ്ട്, ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതിൽ സെയിം ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. It is a beam in which the bending stress developed is constant and is equal to allowable stress ആണ്.
അപ്പോൾ ഒരു ബീംസ് യൂണിഫോം സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? ദർ ആർ 3 ways. ഒന്നെങ്കിൽ ബൈ വേരിയിങ് ഡെപ്ത് അറ്റ് ദ സെയിം ടൈം കീപ്പിംഗ് ദ വിഡ്ത്ത് കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ കീപ്പിംഗ് ദ ഡെപ്ത് കോൺസ്റ്റൻറ്റ് ആൻഡ് വേരിയിങ് വിഡ്ത്ത്. തേർഡ് കേസ് എന്ന് പറയുന്നത് വേരിയിങ് ബോത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ അറിയാം. M/I ഈസ് ഈക്വൽ ടു ബെൻഡിങ് സ്ട്രെസ് F/Y ഈസ് ഈക്വൽ ടു E/R എന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ M/Iക്ക് നമ്മൾ BDQ/12 വിച്ച് ഈസ് ഈക്വൽ ടു ബെൻഡിങ് സ്ട്രെസ് ബൈ Y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ എക്സ്ട്രീം ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പോൾ അത് ഡെപ്ത് ബൈ 2 ആണ്, D/2. അപ്പോൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് BD² ഇസ് ഈക്വൽ ടു 6M/F എന്ന് വന്നു. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. കേസ് 1 എന്ന് പറയുന്നത് ബൈ വേരിയിങ് ഡെപ്തും ബൈ കീപ്പിംഗ് വിഡ്ത്ത് കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ ഈ കേസിൽ ഡെപ്ത് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു √m എന്ന് വരും. അത് ഈക്വേഷനിൽ നിന്ന് ക്ലിയർ ആണ്. D² ഇസ് ഈക്വൽ ടു 6M/M എന്നാണ് വരുന്നത്. BD² ഇസ് ഈക്വൽ ടു 6M/M. അപ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആവുന്ന കാര്യം വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് √m ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡെപ്ത് എന്നാണ് കിട്ടുന്നത്. ബാക്കി രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. വിഡ്ത്തും കോൺസ്റ്റൻ്റ് ആണ്, ബെൻഡിങ് സ്ട്രെസ് Fഉം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ D ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു √m എന്ന് വരുന്നു. ഇനി കേസ് 2 എന്ന് പറയുന്നത് ബൈ വേരിയിങ് വിഡ്ത്ത് ആൻഡ് കീപ്പിംഗ് ദ ഡെപ്ത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെപ്തും കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ മൊമെൻറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് എന്നാണ് വരുന്നത്. അതാണ് കേസ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ആണെങ്കിൽ ഡാഷ് ഈസ് സെയിം ത്രൂ ഔട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ സെയിം ആയിട്ട് വരുന്നത് ബെൻഡിങ് സ്ട്രെസ്സാണ്. ഓപ്ഷൻ D. A spring is cut into 3 equal springs. The stiffness will be option A reduced to 1/3, option B same, option C increase approximately by 3 times, option D unpredictable. Okay, അപ്പോൾ കൺസിഡർ എ ക്ലോസ് കോയിൽ സ്പ്രിങ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ. അത് ടെൻഷൻ സ്പ്രിങ് ആണ് ക്ലോസ് കോയിൽ സ്പ്രിങ്. അതേസമയം ഓപ്പൺ കോയിൽ സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രഷൻ സ്പ്രിങ് എന്നാണ് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രഷൻ. എന്തായാലും ഇവിടെ ക്ലോസ് കോയിൽ സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ നോക്കാം. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 64 WR³ by N D⁴ ആണ്. അപ്പോൾ ഇതിൽ W എന്ന് പറയുന്നത് ലോഡാണ്, കൊടുക്കുന്ന ലോഡ്. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്പ്രിങ് ആൻഡ് സ്മോൾ n നമ്പർ ഓഫ് റെവല്യൂഷൻ ബൈ N എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. ആൻഡ് D എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് ദ വയർ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റിഫ്നെസ് എന്താണെന്ന് നോക്കാം. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോഡ് ബൈ ഡിഫ്ലക്ഷൻ ആണെന്നറിയാം. അപ്പോൾ സ്ട്രെയിൻ എനർജിയും ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണെന്നറിയാം, ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. എന്തായാലും സ്റ്റിഫ്നെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും ND⁴/64 R³ എന്ന് വരുന്നു. അത് അറേഞ്ച് ചെയ്തപ്പോൾ ഇനി ഇഫ് ദ സ്പ്രിങ് ഈസ് കട്ട് ഇൻ ടു 3 equal parts, അപ്പോൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ്. അതായത് K1/K2 = N2/N1. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ 3 equal parts ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ സ്റ്റിഫ്നെസ് ഓഫ് ഈച്ച് പാർട്ട് വിൽ ബി 3 times K എന്നാണ് വരുന്നത്. ബിക്കോസ് K എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു N ആണ്. അപ്പോൾ സ്റ്റിഫ്നെസ് ഓഫ് ഈച്ച് പാർട്ട് ഈസ് 3 times K. അപ്പോൾ ഓപ്ഷൻ C ആണ് വരുന്നത്. സ്റ്റിഫ്നെസ് വിൽ ബി ഇൻക്രീസ്ഡ് അപ്രോക്സിമേറ്റ്ലി ബൈ 3 times. Question number 6. A sudden jump on the bending moment is caused by a concentrated load at that point, uniformly varying load, support at the point, couple acting at that point. ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ സഡൻ ജമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടാവും, ഒരു മൊമെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ D ആണ് കപ്പിൾ ആക്ടിങ് അറ്റ് ദാറ്റ് പോയിൻ്റ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ നമ്പർ 3-ൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ മൊമെൻറ്റ് വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം, ഒരു മൊമെൻറ്റ് സെൻറ്ററിൽ വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ഒരു സഡൻ ജമ്പ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ D ആണ് വരുന്നത്, കപ്പിൾ അറ്റ് ദാറ്റ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹാർഡ്നെസ് ഈസ് എ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്, ഡീഫോർമേഷൻ, സ്ക്രാച്ചിങ് ആൻഡ് സ്ലൈഡിങ്. അപ്പോൾ ഓപ്ഷൻ C ആണ്, ഹാർഡ്നെസ് ഈസ് എ റെസിസ്റ്റൻസ് ടു സ്ക്രാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ.
A rectangular beam is cut from a circular log of diameter d. The ratio of depth to breadth in the strongest section of bending shall be. ഓക്കെ, അപ്പോൾ ഫിഗർ കാണിച്ചിരിക്കുന്നത് എ റെക്റ്റാങ്കുലർ ബീമാണ്. ഒരു സർക്കുലർ ലോഗിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്ത റെക്റ്റാങ്കുലർ ബീമിനെയാണ് കാണിക്കുന്നത്. റെക്റ്റാങ്കുലർ ബീമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്ന ബിയും ഡെപ്ത് ഡിയും ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ലോഗാണ്. അത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, ഡി സ്ക്വയർ ഇസ് ഇക്വൽ ടു സ്മോൾ ബി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് ഡെപ്ത് റൂട്ട് ഡി സ്ക്വയർ ബൈ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതി മാറ്റി വയ്ക്കാം. അതിനുശേഷം സെക്ഷൻ മോഡുലസ് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഐ ബൈ വൈ ആണ്. അപ്പോൾ അതിൽ നിന്ന് ബി ഡി ക്യൂ ബൈ 12 ബൈ ബി ഡി ക്യൂ ബൈ 12 ബൈ ഡി ബൈ 2, അതായത് ബി ഡി സ്ക്വയർ ബൈ 6 എന്ന് കിട്ടുന്നു സെക്ഷൻ മോഡുലസ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അതിൽ നമുക്ക് കുറച്ച് മുന്നേ കിട്ടിയ ഡിയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 6 എന്ന് വരുന്നു. അപ്പോൾ സെക്ഷൻ മോഡുലസിൽ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ലോഗും കൂടെ ഇൻക്ലൂഡ് ചെയ്ത സെക്ഷൻ മോഡുലസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സ്മോൾ ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 6. ഇനി ഒരു സ്ട്രോങ്ങസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഡി സെഡ് ബൈ ഡി ബി വിൽ ബി ഈക്വൽ ടു 0. ഒരു സെക്ഷൻ്റെ സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് സെക്ഷൻ മോഡുലസ്. അപ്പോൾ ഫോർ ദ സ്ട്രോങ്ങസ്റ്റ് സെക്ഷൻ ഡി സെഡ് ബൈ ഡി ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ബി ഇൻറ്റു ഇസഡിന് നമുക്ക് ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ബി സ്ക്വയർ ബൈ 6 എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡി ബൈ ഡി ബി ഇൻറ്റു ഡി സ്ക്വയർ ബി മൈനസ് ബി ക്യൂ ബൈ 6 ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഡി സ്ക്വയർ ബൈ 6 മൈനസ് 3 ഇൻറ്റു ബി സ്ക്വയർ ബൈ 6 ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ അതിൽ നിന്ന് ക്യാപിറ്റൽ ഡി, അതായത് ഡയമീറ്റർ ഓഫ് സർക്കുലർ ലോബ് ഇസ് ഈക്വൽ ടു √3 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ബീം എന്ന് കിട്ടുന്നു. ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു √3 ബി. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ഡെപ്ത് ടു ബ്രെഡ്ത്ത് ഇൻ സ്ട്രോങ്ങസ്റ്റ് സെക്ഷൻ ഓഫ് ബെൻഡിങ് ആണ്. അതായത് സ്മോൾ ബി ബൈ സ്മോൾ ഡി റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ഡി ബൈ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സ്മോൾ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ക്യാപിറ്റൽ ഡി സ്ക്വയറിന് പകരം നമുക്ക് √3 ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു √2 ബി. അപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് ഡെപ്ത് ടു ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കുലർ ബീം എന്ന് പറയുന്നത് √2 എന്ന് കിട്ടുന്നു. അപ്പോൾ അതാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് വരുന്നത്, √2. Okay, question number 9. The permissible stress is also known as working stress, ultimate stress, yield stress, breaking stress. Permissible stress is actually known as working stress ആണ്. Okay, question number 10. A beam of span L carry a concentrated load at the midspan. Work done by external load is. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വർക്ക് ഡൺ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കാണിക്കുന്നുണ്ട്. ക്യാരി എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ മിഡ് സ്പാൻ. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ലോഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് തന്നെയാണ് വർക്ക് ഡൺ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ m² dx ബൈ 2EI ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ മിഡ് സ്പാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 2 സെക്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു 2 ടൈംസ് 0 to L/2 m² dx ബൈ 2EI അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ W/2 ഇൻറ്റു നമ്മളൊരു സെക്ഷൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് ആണ്. അപ്പോൾ W/2 ഇൻറ്റു എക്സ് എന്ന് വരുന്നു. എന്നിട്ട് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു 1/EI ഇൻറ്റു ആ 2 ക്യാൻസലായി പോയി. ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ കാണിക്കുന്ന 2 ക്യാൻസലായി പോയി. അപ്പോൾ 1/EI ഇൻറ്റു 0 to ഇൻറ്റഗ്രൽ 0 to L/2 ഇൻറ്റു എമ്മിന് നമ്മൾ WX/2 എന്ന് കൊടുക്കുന്നു. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു DX/EI എന്ന് വരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 1/EI ഇൻറ്റു 0 to L/2 ഇൻറ്റു, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ W² L² ബൈ 4EI ഇൻറ്റു DX എന്ന് വരുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അത് W² ബൈ 4EI എന്ന് വരുന്നു. എന്നിട്ട് നമ്മൾ ലിമിറ്റിന് എക്സിനാണ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ x³ ബൈ 3 0 to L/2 എന്ന് വരുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്.
അപ്പോൾ W²/4EA ഇൻറ്റു 1/3 ഇൻറ്റു ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ L³/8 എന്ന് വരുന്നു. അപ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോൾ W² L³/96EA എന്ന് വരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ലോഡ് ഈസ് W² L³/96EA എന്ന് വരുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ദയവായി ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.